യൂട്യൂബ് ചാനൽ ഡോറാണ്. ഈ ഡോറ് നിങ്ങൾ തുറക്കുക, ഇത് മാത്രമേ ഉള്ളൂ മാർക്കറ്റിംഗ്. ഈ ഡോറ് തുറക്കാൻ നമ്മൾ എന്ത് ചെയ്യണം? ഓരോ ഡോറിലും ചെന്ന് മുട്ടണം. അത് മാത്രമാണ് മാർക്കറ്റിംഗ്. അല്ലാതെ മാർക്കറ്റിങ്ങിൽ വേറെ സ്കിൽസ് എന്താ ഉള്ളത്? മാർക്കറ്റിംഗ് ഒരു വലിയൊരു സംഭവമായിട്ട് ചിത്രീകരിക്കേണ്ട ഒരു ആവശ്യമില്ല. എല്ലാവരും മാർക്കറ്റിംഗ് ആണ്. ഒന്നൊരു തരത്തിൽ അല്ലെങ്കിൽ മറ്റൊരു തരത്തിൽ ഒരു കൊച്ചുകുട്ടി പോലും തന്നെ മാർക്കറ്റ് ചെയ്തുകൊണ്ടാണ് തനിക്ക് വേണ്ട ആവശ്യങ്ങൾ നേടിയെടുക്കുന്നത്. സോ മാർക്കറ്റിംഗ് ഒരു സ്കിൽ സെറ്റാണ്. അത് എല്ലാവരിലും ഉണ്ട് മാർക്കറ്റിംഗ്. അത് നമ്മൾ പ്രൊഡക്റ്റ് ആണെങ്കിലും സർവീസ് ആണെങ്കിലും നമ്മൾ മാർക്കറ്റ് ചെയ്യുന്നത് കസ്റ്റമർ സർവീസ്, ഇതിനാണ് മുഖ്യത്വം നമ്മൾ നൽകേണ്ടത്. കസ്റ്റമറിന് നമ്മൾ സർവീസ് ചെയ്യണം. കസ്റ്റമർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു രാജാവും ഒരു റാണിയും പോലെയാണ് നമ്മൾ കാണേണ്ടത്. കാരണം അവരാണ് നമുക്ക് പൈസ തരുമ്പോൾ നമുക്കും നമ്മുടെ ഓണേഴ്സിനും പൈസ തരുന്നത് അവരാണ്. സോ അവരെ നമ്മൾ കാണുന്നത് രാജാവും റാണിയായി കണ്ടുകൊണ്ട് വേണം നമ്മുടെ കസ്റ്റമർ സർവീസ് നടത്താൻ. ഇവരിൽ നമ്മൾ എത്തിപ്പെടേണ്ടതാണ് മാർക്കറ്റിങ്ങിൻ്റെ തന്ത്രം. അതിനാണ് ഇന്നത്തെ യൂട്യൂബ് ചാനൽ പോലുള്ള യൂട്യൂബ്, പിൻട്രസ്റ്റ്, ഇൻസ്റ്റാഗ്രാം, ഫേസ്ബുക്ക്, ലിങ്ക്ഡിൻ എന്നീ സോഷ്യൽ മീഡിയയിലൂടെ നമ്മൾക്ക് നമ്മുടെ കൺസ്യൂമറിൽ എത്തിപ്പെടാം. ഈ കൺസ്യൂമർ നമ്മൾ അറിഞ്ഞിരിക്കണം. നമ്മൾ ഏത് മേഖലയിലാണോ വർക്ക് ചെയ്യുന്നത് ആ മേഖലയിൽ നമ്മൾ രാജാവായി മാറണം. അതിന് നമ്മൾ ഡോമിനേഷൻ എന്ന് പറയും. നമ്മൾ കോമ്പറ്റീഷനെ പറ്റി വറീഡായിട്ട് കാര്യമില്ല. നമ്മൾ എങ്ങനെ ഡോമിനേറ്റ് ചെയ്യാൻ പറ്റും? ആ ഡോമിനേഷൻ നമ്മൾ എവിടെയും നമ്മളെ അറിയപ്പെടണം. നമ്മൾ ചെയ്യുന്ന പ്രവൃത്തിയും നമ്മൾ ചെയ്യുന്ന പ്രോഡക്റ്റും എല്ലാ ജനങ്ങളും നമ്മളെ അറിയപ്പെടാനുള്ള മാർഗങ്ങൾ ലഘുകരമായ രീതിയിൽ തന്നെ മാർക്കറ്റ് ചെയ്യാൻ കഴിയും. സോ മാർക്കറ്റിങ്ങിൻ്റെ പ്രധാന സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ കസ്റ്റമർ സർവീസ് തന്നെ. ഞാൻ പ്രാക്ടിക്കലായിട്ട് 24 ഇൻഡസ്ട്രിയിൽ വർക്ക് ചെയ്തൊരു വ്യക്തിയാണ്. അതും ഒരു കമ്പനിയിൽ വർക്ക് ചെയ്ത ആ കമ്പനിക്ക് ഒരു കോമ്പറ്റേറ്റർ കൂടെ ഞാൻ പോയി വർക്ക് ചെയ്യുമ്പോൾ അവർക്കുണ്ടാകുന്ന മനസ്സിൻ്റെ ബുദ്ധിമുട്ടുകൾ മനസ്സിലാക്കിക്കൊണ്ടാണ് ഞാനത് മാറ്റി വേറെ ഇൻഡസ്ട്രിയിലേക്ക് ജോയിൻ ചെയ്ത് വർക്ക് ചെയ്തു. അതുകൊണ്ട് നിരവധി ഇൻഡസ്ട്രിയിൽ എനിക്ക് വർക്ക് ചെയ്യാൻ കഴിഞ്ഞിട്ടുണ്ട്. സോ അൾട്ടിമേറ്റ്ലി സ്നേഹമാണ് മാർക്കറ്റിംഗ്. പ്രോഡക്റ്റിനെക്കാട്ടിലും നമ്മൾ ഏത് രീതിയിലാണ് ഒരു കസ്റ്റമറെ സ്നേഹിക്കുന്നത് എന്ന് വെച്ച് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും വിജയം നമുക്കവിടെ ഉണ്ട്. പ്രൈസ് ഫാക്ടർ ഉണ്ട്, മറ്റുള്ള പല ഫാക്ടേഴ്സും നമുക്ക് ഉണ്ടെങ്കിൽ പോലും സ്നേഹത്തിൻ്റെ മുന്നിൽ ഇതെല്ലാം തന്നെ വളരെ വളരെ ലഘുവാണ്. സോ കസ്റ്റമറെ ഫ്രണ്ട്ലി ആക്കുക. അതിന് കസ്റ്റമർക്ക് എന്ത് വേണോ അത് ചെയ്തു കൊടുക്കുക. നമ്മൾ ഒരു കസ്റ്റമർക്ക് പല ആവശ്യങ്ങളുണ്ടാവും. നമ്മൾ പോയി നമ്മുടെ പ്രൊഡക്റ്റ് വിറ്റ് തിരിച്ച് വരണമെന്നില്ല. കസ്റ്റമർക്ക് ചിലപ്പോൾ ഒരു നല്ലൊരു കമ്പ്യൂട്ടർ റിപ്പയർ ആവശ്യമുണ്ടാവും. ഇത് നിങ്ങളുടെ വഴിയുള്ള കോണ്ടാക്റ്റിൽ അയാൾക്കത് അറേഞ്ച് ചെയ്ത് കൊടുക്കുക. അങ്ങനെ അറേഞ്ച് ചെയ്യുന്ന ഒരു സംഭവത്തിൽ നമ്മളത് ഹെൽപ്പ് എന്ന് മാത്രമേ പറയാൻ പാടൂ. അതിൽ നമ്മൾ ഒരു പൈസ പോലും ആരോടും വാങ്ങിക്കാൻ പാടില്ല. അപ്പോൾ കസ്റ്റമറുടെ മുകളിൽ നമുക്കൊരു കസ്റ്റമർ ട്രസ്റ്റ് വർത്തിയായിട്ട് നമ്മളെ കാണും. ട്രസ്റ്റ് വർത്തിയായും അഡ്വൈസറായി നിങ്ങൾ കസ്റ്റമർക്ക് മാറുകയാണെങ്കിൽ കസ്റ്റമർ അടുത്ത് നിങ്ങൾക്ക് ഏറ്റവും കൂടുതൽ പെട്ടെന്ന് കാര്യങ്ങൾ നേടിയെടുക്കാൻ കഴിയുമെന്ന് ഞാൻ പറയുമ്പോൾ നിങ്ങളുടെ പ്രോഡക്റ്റ് ഓർ സർവീസ് നിങ്ങൾ അവർക്ക് നൽകാൻ കഴിയും. ഏത് കസ്റ്റമർ ആണെങ്കിലും നമ്മളും ഒരു കസ്റ്റമറാണ് എന്ന് ചിന്തിച്ചിട്ട് വേണം ഒരു പ്രോഡക്റ്റിൻ്റെ ബെനിഫിറ്റ്സുകൾ നമ്മൾ അവതരിപ്പിക്കാൻ. നമ്മൾക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ ചെയ്തു കൊടുക്കുക. ചെയ്യാൻ പറ്റാത്തത് സാർ ഇത് ഞങ്ങളുടെ കമ്പനി അലോ ചെയ്യുന്നില്ല എന്ന് നിങ്ങൾ സെയിൽസ് ചെയ്യുമ്പോൾ തന്നെ അത് വിവരം അറിയിച്ചു കഴിഞ്ഞാൽ പിന്നീടത് ബുദ്ധിമുട്ടുണ്ടാകില്ല. ആവശ്യമില്ലാത്ത കാര്യങ്ങളെല്ലാം പറഞ്ഞ് കസ്റ്റമറിനെ പ്രൊഡക്റ്റ് ഏൽപ്പിച്ച് ആ കസ്റ്റമർ തിരിച്ച് കാര്യങ്ങൾക്ക് വേണ്ടി നമ്മളോട് വരുമ്പോൾ നമ്മൾ പറയും ഇല്ല അത് നമ്മുടെ കമ്പനി പറയും അത് ചെയ്യില്ല എന്ന് പറഞ്ഞു കഴിയുമ്പോൾ നിങ്ങളുടെ ട്രസ്റ്റ് അവിടെ പോവുകയാണ്. ഈ കസ്റ്റമർ നിങ്ങൾക്കൊരു 100 കസ്റ്റമർ ഉണ്ടാക്കി തരാൻ കഴിയും. നമ്മൾ ഇൻറ്റിഗ്രിറ്റി ഇൻ സെല്ലിങ്ങിലൂടെ നമ്മൾ വളരണം. സെയിൽസ്മാൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ
ഒരു സത്യം പറയില്ല എന്നുള്ള തോന്നൽ മാറി സത്യമേ പറയൂ വിജയിക്കാൻ എന്നുള്ള ചിന്ത മാത്രം, നമ്മൾക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾക്ക് മാത്രം വാഗ്ദാനങ്ങൾ ഉറപ്പാക്കുക, ചെയ്യാൻ പറ്റാത്ത കാര്യം ചെയ്യാൻ പറ്റില്ല എന്ന് പറയുക, അവർക്കൊരു അഡ്വൈസറായിട്ടിരിക്കുക. അപ്പോൾ പുതിയ ട്രെയിനേഴ്സിലും കാര്യങ്ങളെല്ലാവരും ഇങ്ങനെ നോക്കിക്കണ്ട് അവരുടെ കാര്യങ്ങൾക്ക് വേണ്ടി അവർ അഡ്വൈസ് സ്വീകരിക്കുന്നുണ്ട്. നിങ്ങൾക്കറിയുന്ന അഡ്വൈസ് അവർക്കുള്ള ബുദ്ധിമുട്ടുകൾ മനസ്സിലാക്കിക്കൊണ്ട് നിങ്ങളുടെ ആ ബുദ്ധി ഉപയോഗിച്ചുകൊണ്ട് എന്തെങ്കിലും അവർക്ക് ചെയ്തു കൊടുക്കാൻ പറ്റുകയാണെങ്കിലോ സ്ഥാപനത്തിൻ്റെ വിജയത്തിന് വേണ്ടി പ്രവർത്തിക്കാൻ കഴിയുകയാണെങ്കിലോ തീർച്ചയായും നിങ്ങളുടെ വിജയം ഉറപ്പാക്കാൻ കഴിയും. ഇത് മാത്രമാണ് മാർക്കറ്റിങ്ങിൻ്റെ പ്രധാന തത്വം. പ്രോഡക്റ്റ് ജനങ്ങളിൽ എത്തിക്കുന്നതിന് തീർച്ചയായും നമ്മുടെ പ്രോഡക്റ്റോ നമ്മുടെ സർവീസോ നമ്മൾ ലോകാന്തരത്തിൽ എത്തിക്കാൻ കഴിയില്ല. നമ്മൾ പ്രവർത്തിക്കുന്ന ഒരു ഏരിയ ഉണ്ടാവും, ആ ഏരിയയിൽ നമ്മൾ ഡോമിനേറ്റ് ചെയ്യുക, ആ ഏരിയയിൽ നമ്മുടെ പ്രോഡക്റ്റ് അറിയപ്പെടുന്ന രീതിയിൽ ഒരു ചെറിയ പോസ്റ്ററാണെങ്കിൽ പോലും അത് അറിയും എവിടെയെങ്കിലും ഒട്ടി വെച്ചാൽ. അങ്ങനെ നമ്മുടെ പ്രോഡക്റ്റ് നമ്മൾ ആ ഏരിയകളെല്ലാം നമ്മളെ അറിയിക്കണം.